നമസ്കാരം. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് വ്യാജ എന്ന് വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാകും. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയത് മാത്രമല്ല കാര്യം. വാ തുറന്ന വ്യാജത്തരവും പച്ചക്കള്ളവും മാത്രമേ വായിൽ നിന്ന് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയുന്ന ഒരാൾ എന്താണ്, അടിമുടി വ്യാജനാണോ അല്ലയോ? ഏറ്റവും ഒടുവിലെ ഒരു ഉദാഹരണത്തിലെ കൂടി നിങ്ങൾ അത് ബോധ്യപ്പെടുത്തണം. നിങ്ങൾ രണ്ട് ദൃശ്യങ്ങൾ കാണിക്കാം. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാൾ ഒരു പ്രതികരണം നടത്തിയാൽ അയാൾ മാന്യനാണെങ്കിൽ, അയാൾ ഒരു ക്വാളിറ്റി ഉള്ള രാഷ്ട്രീയ നേതാവാണെങ്കിൽ പിന്നീട് ആ അഭിപ്രായം മാറ്റി പറയണം. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൻ അടിമുടി വ്യാജനാണ്. അവൻ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുന്ന ഓന്ത് വ്യാജൻ കൂടിയാണ്. ആണല്ലോ അല്ലെ? എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM-ന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി എവിടെ OLX ഇട്ടു എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചത് യൂത്ത് വ്യാജനാണ്. യൂത്ത് വ്യാജൻ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള പരിശോധനകൾ ഇടതുപക്ഷം നടത്തി വരുന്ന സന്ദർഭത്തിൽ ആധികാരികമായിട്ട് യൂത്ത് വ്യാജന്റെ ഒരു വ്യാജത്തരം നിങ്ങൾ കേട്ടെ. സ്ഥാനാർത്ഥി ആരാ? CPM-ന് പറയാനൊരു പേര് പോലും ഇല്ല. CPM-ന്റെ അവിടെ തെരഞ്ഞെടുപ്പിന് ചുമതല കൊടുത്തിരുന്ന ശ്രീ M സ്വരാജിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. ഇല്ല എന്ന് M സ്വരാജ് പറഞ്ഞു. നിലമ്പൂരുകാരനാണ് അദ്ദേഹം. അപ്പൊ ചുമതലക്കാരന് പോലും ആത്മവിശ്വാസം ഇല്ലാത്ത തരത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് CPM. സ്ഥാനാർത്ഥിയില്ല. കേട്ടല്ലോ എന്തായാലും പറഞ്ഞിരിക്കുന്നത്. നിലമ്പൂരിൽ ജനിച്ചു വളർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സ്വരാജിനോട് ഇവിടെ മത്സരിക്കാൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞത്രേ. ആ പറയണ കേട്ടാ തോന്നുന്നു യവനും കൂടെ അടുത്തിരിക്കുകയായിരുന്നു. അത് കണ്ടിട്ടാണ് പുറത്തു വന്ന് പറഞ്ഞത്. ഇവിടെ നിന്നാണ് വിവരം? ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് ഒരു വ്യാജത്തരം ഉണ്ടാക്കിയെടുത്ത് പുറത്തേക്ക് പറഞ്ഞതാണ്. ആണല്ലോ അല്ലേ? ഇപ്പോ ഈ വ്യാജന്റെ പ്രതീക്ഷകൾ കൂടി തെറ്റിച്ചുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷം കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തീരുമാനമെടുക്കുകയാണ് മത്സരിക്കേണ്ടത് സ്വരാജ് തന്നെയാണെന്ന്. ആ തീരുമാനം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലെ ഇങ്ങനെ ഒരു വിടുവായത്തരം പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം? പിന്നീട് അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കണം. പക്ഷേ വീണ്ടും കിടന്ന് ഉരുളും നോക്കൂ. എന്തുകൊണ്ടാണ് ഓന്ത് വ്യാജൻ എന്ന് കൂടി വിളിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, ഇന്നലെ പറഞ്ഞതിനെ അപ്പാടെ വിഴുകിക്കൊണ്ട് ഇന്ന് അടിക്കുന്ന വാചകം ഒന്ന് കേട്ടെ. അപ്പോൾ ഞാൻ വിളിച്ചാൽ ഉടനെ വരുന്നതും പ്രഖ്യാപിക്കുന്നതുമാണ് CPM-ന്റെ സ്ഥാനാർത്ഥി എന്നറിയുന്നതിനകത്ത് ഒരു സന്തോഷമുണ്ട്. കാരണം എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ എനിക്ക് തന്നെ നിശ്ചയിക്കാൻ പറ്റുന്നു എന്നുള്ളതിനകത്ത് സന്തോഷമുണ്ട്. പിന്നെ CPM അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ, അതായത് CPM-ന്റെ റാങ്ക് ആൻഡ് ഫയൽ നിൽക്കുന്ന ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതിനകത്ത് വ്യക്തിപരമായി വലിയ സന്തോഷം ഉള്ള ഒരാളാണ് ഞാൻ. ഇനി പറ, ഓന്ത് വ്യാജനാണോ അല്ലയോ? സാഹചര്യത്തിനനുസരിച്ച് നിറം മാറിക്കൊണ്ടിരിക്കുകയാണോ? ഒരു ചെറുപ്പക്കാരനല്ലേ? ഒരു കാര്യത്തിൽ മിസ്റ്റേക്ക് പറ്റിയാൽ പിന്നെ അതിൽ കിടന്ന് മെഴുകാതിരിക്കുന്നതല്ലേ അന്തസ് എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ മെഴുകിക്കൊണ്ടേയിരിക്കും. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരൊക്കെ വെറും പൊട്ടന്മാരാണ്. അവർക്ക് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ശേഷിയില്ല എന്ന് ഇവർ കരുതുകയാണ്. കാര്യം സതീശൻ ഇതാണല്ലോ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിന്ന അവസരത്തിൽ നിന്ന് നമുക്ക് എന്താണോ വായിൽ വരുന്നത് വിദഗ്ധമായിട്ട് പറയുക. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ മികച്ച രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണോ? ഇതുപോലത്തെ ഏതെങ്കിലും പ്രതികരണങ്ങൾ ഇടതുപക്ഷ നേതാക്കന്മാർ നടത്തുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. കാര്യം പിണറായി വിജയനോ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും സാഹചര്യത്തിൽ അത് പറഞ്ഞതിൽ മിസ്റ്റേക്ക് പറ്റി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് എല്ലാ കാര്യത്തിലും അറിയാം. ഞാൻ എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ പരിഹസിക്കും, അപഹസിക്കും എന്ന നിലയ്ക്കൊക്കെ ചില ഡയലോഗുകൾ കാച്ചി വിട്ടതിന് ശേഷം അത് അസ്ഥാനത്താകുമ്പോൾ ഒരുമാതിരി ചമ്മി വെളുത്ത് വന്ന് നിന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അടുത്തൊരു ന്യായീകരണം അടിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരായ രാഷ്ട്രീയക്കാർക്ക് ചേർന്നൊരു പ്രവർത്തനമാണോ? ഇന്നലകളിൽ ഇതുപോലെയൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കോൺഗ്രസ്സുകാർ ഇതേ തന്ത്രം പയറ്റിക്കൊണ്ടിരുന്നു. സ്വരാജിനെ കുറിച്ചൊക്കെ അഭിപ്രായ പ്രകടനമൊക്കെ നടത്താനും സ്വരാജിനെ പരിഹസിക്കുക എന്നൊക്കെയാണ് ലക്ഷ്യം വെച്ചത്. പക്ഷെ എന്ത് സംഭവിച്ചു? യൂത്ത് വ്യാജൻ ഈ അടുത്ത കാലത്ത് തന്നെ പഹൽഗാമുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിനെതിരെ സ്വരാജ് കുറിച്ചൊരു പോസ്റ്റ്, ആ ഒരു പോസ്റ്റിന്റെ അകക്കാമ്പ് അല്ലെങ്കിൽ അതിന്റെ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവനൊരു 10 ജന്മം എടുത്താൽ അവനെ കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വാചകം പറയാൻ പോലും ശേഷിയില്ല. കാര്യം യുദ്ധത്തെ സംബന്ധിച്ച് സ്വന്തം മുറ്റത്ത് മിസൈൽ വീഴുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ, ആ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു നാട് എങ്ങനെ നശിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അന്ന് ഇതുപോലെ സ്വരാജിന് കുറച്ച് ജനപിന്തുണ ഉള്ളത് കൊണ്ട് അതിലേക്ക് പോയൊന്ന് മുട്ടിയിട്ട് അല്ലെങ്കിൽ അവിടേക്ക് ഒരു കല്ലെറിഞ്ഞിട്ട് എന്റെ ഇമേജ് അങ്ങ് വളർത്താമെന്ന് കരുതി. എന്തായി? തേഞ്ഞു പോയില്ലേ? ഇപ്പൊ കണ്ടില്ലേ? ആരെയും പെട്ടിയെടുത്തിട്ടൊന്നുമല്ല, നല്ല അന്തസ്സായിട്ട് കടന്നു വരികയല്ലേ. എങ്ങനെ? ഒരു പിൻബലവും ഇല്ല, ഒരു പെട്ടിയെടുത്തില്ല. SFI സംസ്ഥാന നേതാവായിരുന്നു, DYFI സംസ്ഥാന നേതാവായിരുന്നു, CPM-ന്റെ ജില്ലാ നേതാവായിരുന്നു. അങ്ങനെ പടിയായിട്ട് ഇന്ന് കാണുന്ന സ്വരാജായി. ഇതോ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി പെട്ടിയെടുത്ത് ഇങ്ങനെ ആയൊരു വ്യക്തി. മൂക്കാതെ പഴുത്തതാരാണ്? ഷോഫി എന്റെ ഗോഡ്ഫാദർ ആണ്, സംഗീശൻ എന്റെ ഗോഡ്ഫാദർ ആണ്. അങ്ങനെ ഗോഡ്ഫാദർമാരിലൂടെ മൂക്കാതെ പഴുത്ത വന്ന വ്യക്തിയാണെന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിലുള്ളവർ തന്നെയാണ്, കോൺഗ്രസ്സുകാർ തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല. എന്നിട്ട് സ്വരാജിനെ പോലൊരു വ്യക്തിയുടെ എന്ന് പറയാനായിട്ടുള്ള യോഗ്യത പോലും ഇല്ലാത്ത ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ വ്യാജത്തരം അടിച്ചും കുണുകുണു സ്വഭാവം കാണിക്കണ കണ്ടിട്ട് നാട്ടുകാർ തന്നെ വിലയിരുത്തു.
ഇവനൊക്കെ എത്ര ക്വാളിറ്റി ഉണ്ട്, ഒരു രാഷ്ട്രീയത്തിന് ചേർന്ന വ്യക്തിത്വമാണോ എന്നുള്ള കാര്യം. പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് യഥാർത്ഥ വ്യക്തിത്വം. ആ ഒരു പ്രതികരണത്തിനിടയിൽ ഒരു പച്ച കള്ളം കൂടി അവൻ പറയുന്നുണ്ട്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവരെന്താ പറഞ്ഞത്? അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓറയിലാണ്, അതുകൊണ്ട് അത് ഭരണവിരുദ്ധ വികാരമല്ല ചർച്ച ചെയ്യപ്പെട്ടത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് എന്താണ്? അത് സ്വതന്ത്രനെ മത്സരിച്ച ആ സ്ട്രാറ്റജി പാളിപ്പോയതാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത്? മറ്റൊരു പാർട്ടിയിൽ നാളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചപ്പോൾ ഉണ്ടായ അതിനെ ജനങ്ങൾ അംഗീകരിക്കാത്തതാണ്. ഇത്തവണ ഇതൊന്നും പറയാൻ കഴിയില്ലല്ലോ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഈ പ്രദേശക്കാരനാണ് എന്ന് അവരവകാശപ്പെടുന്ന ആൾ, അങ്ങനെ ഒരാൾ തന്നെ മത്സരിച്ചിട്ട് ആ ആൾ പരാജയപ്പെടുമ്പോൾ ഇതിനകത്ത് പാർട്ടിക്കും സർക്കാരിനും പങ്കില്ല, ഇത് പാർട്ടിക്കും സർക്കാരിനും എതിരായിട്ടുള്ള വിധിയെഴുത്തല്ല എന്ന് പറഞ്ഞു നിൽക്കാനുള്ള ഒരു അവസരവും അവർക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേട്ടില്ലേ? അതിലും വ്യാജത്തരം. സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ അവൻ കോട്ടയത്തിന്റെ കാര്യം പറഞ്ഞു, തൃക്കാക്കരയുടെ കാര്യം പറഞ്ഞു, പാലക്കാടിന്റെ കാര്യം പറഞ്ഞു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്ന കാര്യം അവന്റെ വായിൽ നിന്ന് വന്നില്ല. അതെന്താ പറയാത്തെ? വ്യാജമാണോ അല്ലയോ? ഒരു കാര്യത്തിൽ കള്ളം പറയാമോ? അതായത് ഈ നാട്ടിലുള്ള ജനങ്ങളൊന്നും കാണാത്തതാണോ ചേലക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ്? ബാക്കി 3ഉം UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. UDF-ന്റെ സിറ്റിംഗ് സീറ്റിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം അത് കേമത്തമായി പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്നാൽ LDF-ന്റെ സിറ്റിംഗ് സീറ്റിൽ പോയി പരാജയപ്പെട്ടു. അവിടെ തോറ്റതിനെ കുറിച്ച് മിണ്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും കള്ളത്തരം കാണിക്കുന്നുണ്ടോ? അടിമുടി കള്ളനാണോ? അടിമുടി ഓന്തനാണോ? അത് മാത്രമേ ഈ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. സകലതിലും കള്ളം. നഖത്തിന്റെ ഇടയിൽ കള്ളമുണ്ടെന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ജന്തുവാണ് യൂത്ത് വ്യാജനെന്ന് നിസ്സംശയം പറയാം.